Hello, good morning all. Good Good morning, ma'am. morning. Good morning. നമുക്ക് ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ആതിര മാം ആണ്. മാം ടീച്ചറാണ്. നമ്മുടെ മോർണിംഗ് സർക്കിളിന്റെ സ്ഥിരം പാർട്ടിസിപ്പന്റും ആണ്. അപ്പൊ മാമിനെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഈ ഒരു സെഷൻ എടുക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. മാം സ്റ്റാർട്ട് ചെയ്യാം. Okay, ma'am. Thank you. Good morning, all. Very good morning to you. Good morning. Thank you. Good morning, all of you. Good morning. നമുക്ക് ഇന്ന് സെക്ഷനിലേക്ക് കിടക്കാം. നമ്മുടെ ടോപ്പിക് എന്താണ്? പോസിറ്റീവ് തോട്ട്സ് ആൻഡ് പവർഫുൾ ലൈഫ് എന്നുള്ള ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. നമുക്ക് അതിനു മുന്നേ ഞാൻ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങാം. ചിലരെയൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ലൈഫിൽ അവർക്ക് എന്തൊരു സക്സസ് ആണ്, എന്തൊരു ഹാപ്പിനെസ് ആണ്, എന്തൊരു കോൺഫിഡന്റ് ആണെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ. അതേപോലെ ചിലരെ കണ്ടിട്ട് തോന്നിയിട്ടുണ്ട്, ഓ ഇവർക്ക് എന്തൊരു കഷ്ടപ്പാടാണ്, ദുരിതമാണ്, ഇവർക്ക് ഒന്നു മാറി പ്രശ്നങ്ങളാണെന്ന്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നാം ഒഡിബിൾ അല്ല. ഞാൻ പറഞ്ഞു വന്ന അങ്ങനെയും കണ്ടിട്ടുണ്ട്. മുഖത്ത് അതെ അതെ സന്തോഷം ഇല്ലാതെ വിഷമിക്കുന്നതായിട്ട് കാണാം. അതെ 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 അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണ്? ടെൻഷൻ, ഫിയർ, ഫാമിലി പ്രോബ്ലംസ്, റിജക്ഷൻസ്, അങ്ങനെയുള്ള പല പല ചെറിയ ചെറിയ പ്രോബ്ലംസും എല്ലാം വലിയ പ്രോബ്ലംസും എല്ലാം ചേർന്നതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ലൈഫില് നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മുടെ മൈൻഡ്, നമ്മുടെ തോട്ട് പ്രോസസ് എന്ത് ചെയ്യും? അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകും. ചിലരാണെങ്കിൽ എന്ത് ചെയ്യും? ആ പ്രോബ്ലംസത്തിലൊക്കെ കെട്ടുകിടക്കും, അല്ലെ? അതിൽ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് മുന്നോട്ട് പോകാന് പറ്റില്ല, അവർ സ്റ്റക്കായി പോകും. ഇതിനുള്ള റീസൺ ഒക്കെ എന്താണ്? നമ്മുടെ തോട്ട് പ്രോസസ് ആണ്, നമ്മുടെ തോട്ട് പാറ്റേൺ ആണ്. ഇപ്പൊ ഒരേ കമ്പനിയിൽ 2 പേർക്ക് ഒരേ സമയം ജോലി നഷ്ടമാകുന്നു. ഒരാൾ എന്താണ് ചിന്തിക്കുന്നത്? എനിക്കിതൊരു ചാൻസ് ആണ്, ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് എനിക്ക് കിട്ടും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം മറ്റേയാൾ എന്താണ് വിചാരിക്കുന്നത്? എന്റെ എല്ലാം നഷ്ടപ്പെട്ടു, എനിക്കിനി ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്ട് പ്രോസസ് എന്ന് അല്ലെങ്കിൽ തോട്ട് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്ട് പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സിറ്റുവേഷൻ വരുമ്പം അല്ലെങ്കിൽ ഓരോ പ്രോബ്ലംസ് ഒക്കെ വരുമ്പം നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, എങ്ങനെ തോട്ട് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് 2 തോട്ട് പ്രോസസ് ആണുള്ളത്. പോസിറ്റീവ് തോട്ട് പ്രോസസ്സും നെഗറ്റീവ് തോട്ട് പ്രോസസ്സും. പോസിറ്റീവ് തോട്ട് പ്രോസസ് എന്ന് പറയുമ്പം നമ്മുടെ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ലെസൺസ് പഠിക്കും. ഓരോ ഫെയിലിയേഴ്സിൽ നിന്നും നമ്മൾ സൊല്യൂഷൻസ് പഠിക്കും. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് തോട്ട് പ്രോസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമിന് ഒരു കുട്ടി ഫെയിലിയർ ആവുകയാണെങ്കിൽ അവൻ വിചാരിക്കും, ഞാൻ അടുത്ത തവണ കുറച്ച് ടൈം എടുത്ത് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതായിരിക്കും. നെഗറ്റീവ് തോട്ട് പ്രോസസ് ഉള്ള ആള് വിചാരിക്കും, എനിക്കിതൊന്നും സാധിക്കില്ല, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റാത്ത കാര്യമാണ്, അപ്പം എക്സാം വന്നാലും ഞാൻ ഫെയിലിയർ ആയി പോകും. അവരുടെ ഔട്ട്കം അങ്ങനെ ആയിരിക്കും. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് വരുന്നതെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് വരാനുള്ള റീസൺസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ലൈഫില് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് പാറ്റേൺ വരാം. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരെ നമ്മൾ അതിന് പെർഫെക്ഷൻ ഇല്ല, അത് ശരിയായിട്ടില്ല എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം? നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് ഉണ്ടാവാം. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള അപ്രീസിയേഷൻ കിട്ടിയിട്ടില്ല, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ് കിട്ടുന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് പാറ്റേൺ വരാൻ കാരണമാകാം. സെക്കൻഡ് പോയിന്റ് ആണ് കമ്പാരിസൺ. കുഞ്ഞുങ്ങളെ അവരുടെ ഫ്രണ്ട്സ് ആയിട്ടോ സിബ്ലിങ്സ് ആയിട്ടോ ക്ലാസ്മേറ്റ്സ് ആയിട്ടോ കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് വരാനുള്ള റീസൺ ഉണ്ടാവാറുണ്ട്. തേർഡ് പോയിന്റ് ആണ് സോഷ്യലി മിസ്ബിഹേവിയർ അനുഭവപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് ഉണ്ടാവാനുള്ള കാരണമായിട്ടുണ്ട്. ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം. അവരെപ്പോഴും അവരുടെ വീക്ക്നെസ്സിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, അവരുടെ സ്ട്രെങ്തൻസ് അവർ ചിന്തിക്കാറേ ഇല്ല. അങ്ങനെ വരുമ്പോഴും അവർക്ക് നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് വരാനുള്ള റീസൺ ഉണ്ടാവും. ഫിയർ ആൻഡ് ആങ്സൈറ്റി. ഫിയറും ആങ്സൈറ്റിയും ഒക്കെ എല്ലാ
പ്രോബ്ലത്തിൽ മുന്നിൽ നിൽക്കുന്നവർക്കും അവരുടെ ഔട്ട്കംസും ഫിയറും ആങ്സൈറ്റി പോലെ തന്നെ ആവാറാണ് ചാൻസ്. കോൺസ്റ്റന്റ് ഫെയിലിയേഴ്സ് 6th പോയിന്റ് ആണ് കോൺസ്റ്റന്റ് ഫെയിലിയേഴ്സ്. അപ്പൊ അവർക്ക് ഒരു 3-4 പ്രാവശ്യം ഫെയിൽ ആകുമ്പോഴത്തേക്ക് അവര് ജനറലൈസ് ചെയ്യും, അവർക്ക് ഫെയിൽ ആണ്, ഒന്നും സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് വരാം. ലാസ്റ്റ് പോയിന്റ് ആണ് മൈൻഡ് പാറ്റേൺ അല്ലെങ്കിൽ മെന്റൽ പാറ്റേൺ എന്ന് പറയും. നമ്മുടെ മൈൻഡ് എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വേഴ്സ്റ്റ് ഇമാജിൻ ചെയ്യുന്നത്. അങ്ങനെ സംഭവിക്കും. അത് നമ്മൾ കോൺഷ്യസ്ലി മാറ്റിയില്ലെങ്കിൽ ആ നെഗറ്റീവ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ സംഭവിക്കുമ്പോഴും നമുക്ക് നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് വരാനുള്ള റീസൺസ് ഉണ്ടാവും. അപ്പൊ നെഗറ്റീവ് തോട്ട് പ്രോസസ്സ് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് വരാം, കമ്പാരിസൺ വരാം, മിസ്ബിഹേവിയർ സോഷ്യലി അനുഭവപ്പെട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വരാം, ലോ സെൽഫ് എസ്റ്റീം ഉള്ള കുട്ടികൾക്ക് വരാം, ഫെയിലിയേഴ്സ് 2-3 പ്രാവശ്യം ഫെയിലിയേഴ്സ് ആയിട്ടുള്ളവർക്ക് വരാം, ലോ സെൽഫ് എസ്റ്റീം ഉള്ളവർക്ക് വരാം. ലാസ്റ്റ് പോയിന്റ് മെന്റൽ പാറ്റേൺ അങ്ങനെയുള്ളവർക്കും എന്ത് വരാം? മെന്റൽ പാറ്റേൺ ചേഞ്ച് ആക്കിയിട്ടില്ലാത്തവർക്കും നെഗറ്റീവ് തിങ്കിങ് പ്രോസസ്സ് വരാൻ കാരണമുണ്ട്. നമുക്ക് ഈ തിങ്കിങ് പാറ്റേൺ നമ്മുടെ എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമുക്ക് സെൽഫ് ടോക്ക് ചെയ്താൽ മതി. നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് നമ്മൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏത് തിങ്കിങ് പാറ്റേൺ ആണെന്ന് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു മോർണിംഗ് സർക്കിൾ അറ്റൻഡ് ചെയ്യുവാണ്, നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പം നമുക്ക് കോൺഷ്യസ്ലി നമുക്ക് അറ്റൻഡ് ചെയ്തെങ്കിലേ പറ്റൂ എന്ന് നമ്മൾ അലാറം ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പം നമുക്ക് എന്ത് സംഭവിക്കും? അറ്റൻഡ് ചെയ്യുമെന്ന് നമ്മൾ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ് തിങ്കിങ് പ്രോസസ്സാണ്. നമുക്ക് കഴിയില്ല, നമുക്ക് പറ്റില്ല, നമുക്ക് കുറച്ചുകൂടെ ഉറങ്ങണം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് തിങ്കിങ് പ്രോസസ്സാണ്. ഞാനൊരു സ്റ്റോറി പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റോറി ആയിരിക്കും. ഒരു ഗ്രാമത്തിൽ ഒരു ബുദ്ധിമാനായ കർഷകനുണ്ടായിരുന്നു. ആ കർഷകന് ഒരു കുതിര മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. ആ കുതിരയെ കൊണ്ടാണ് അദ്ദേഹം ഉപജീവന മാർഗവും കൃഷിയും എല്ലാം ചെയ്തിരുന്നത്. ഒരു ദിവസം ഈ കുതിര കെട്ടുപൊട്ടിച്ച് വനത്തിലേക്ക് പോകുന്നു. ഇതറിഞ്ഞിട്ട് പരിസരവാസികൾ വന്ന് അദ്ദേഹത്തിനോട് പറയുന്നു, എന്തൊരു ദൗർഭാഗ്യമാണ്, അങ്ങയുടെ കുതിരയെ നഷ്ടപ്പെട്ടില്ലേ എന്ന്. അത് കേട്ടിട്ട് ശാന്തനായിട്ട് കർഷകൻ മറുപടി പറയുന്നു, എനിക്ക് അറിയില്ല ഇത് ദൗർഭാഗ്യമാണോ എന്ന്. 2 ദിവസങ്ങൾക്ക് ശേഷം കുതിര തിരിച്ചെത്തുന്നു. അതിന്റെ കൂടെ വളരെ ശക്തനായ മറ്റൊരു കുതിരയും കൂടെ വനത്തിൽ നിന്നെത്തുന്നു. ഇത് കണ്ടിട്ട് പരിസരവാസികൾ വീണ്ടും വന്ന് കർഷകനോട് പറയുന്നു, അങ്ങക്ക് എന്തൊരു സൗഭാഗ്യമാണ്, അങ്ങക്ക് 2 കുതിര ആയിട്ടില്ലേന്ന്. അപ്പൊ നമുക്ക് കർഷകൻ വീണ്ടും സമാധാനമായി പറയുന്നു, എനിക്കറിയില്ല ഇത് സൗഭാഗ്യമാണോ എന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കർഷകന്റെ മകൻ ആ പുതിയ കുതിരയെ പരിശീലിപ്പിക്കുന്നതിനിടയില് കുതിരപ്പുറത്തുനിന്ന് വീണ് കാലൊടിയുന്നു. വീണ്ടും പരിസരവാസികൾ വന്ന് അദ്ദേഹത്തിനോട് പറയുന്നു, എന്തൊരു ദൗർഭാഗ്യമാണ്, അങ്ങയുടെ കുഞ്ഞിന്റെ കാലൊടിഞ്ഞില്ലേ? വീണ്ടും കർഷകൻ സമാധാനമായിട്ട് പറയുന്നു, എനിക്കറിയില്ല ഇത് സൗഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടെ യുദ്ധം നടക്കുന്നു. സൈനികര് എല്ലാ വീട്ടിലും വന്ന് ചെറുപ്പക്കാരെ കൊണ്ടുപോകുന്നു. കർഷകന്റെ വീട്ടിൽ വരുമ്പം മകന്റെ കാല് ഒടിഞ്ഞിരിക്കുന്നത് കൊണ്ട് കൊണ്ടുപോയില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യുദ്ധമൊക്കെ അവസാനിപ്പിച്ചപ്പോൾ പല കുടുംബത്തിലും അവർക്ക് അവരുടെ മക്കളെ നഷ്ടമാവുന്നു. അവര് കരഞ്ഞിരിക്കുകയാണ്. കർഷകനെ കണ്ടപ്പോഴാണ് അവർക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നടക്കുമ്പോൾ അത് ദൗർഭാഗ്യമാകാം, പിന്നാണ് നമ്മൾ അറിയുന്നത് അത് സൗഭാഗ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹമായിരുന്നു എന്നുള്ളത്. ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുമ്പോഴും അതിന് പിന്നിൽ എന്തുണ്ടായിരിക്കും? ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. നമ്മൾ എപ്പോഴും മൈൻഡ് പോസിറ്റീവ് ആയിട്ട് വെക്കുകയാണ് വേണ്ടുന്നത്. നമ്മുടെ ലൈഫില് നമ്മുടെ മൈൻഡിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മൈൻഡ് നെഗറ്റീവ് കാര്യങ്ങളിലേക്കായിരിക്കും പോകുന്നത്. നമ്മുടെ മൈൻഡിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളത് പോസിറ്റീവ് തിങ്കിങ് പ്രോസസ്സിലേക്ക് ആക്കുകയാണ് വേണ്ടുന്നത്. അതിന് പല മെത്തേഡുകളുണ്ട്. അതിൽ ഒരു മെത്തേഡാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. പോസിറ്റീവ് വാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ബ്രെയിന് അത് ഫീഡ് ചെയ്യും. നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തെങ്കിലും ഒരു പുതിയ കാര്യം കേൾക്കുവാണെങ്കിൽ ബ്രെയിൻ അവിടത്തേക്ക് ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യും. ആ പാത്വേ നമ്മൾ അഫർമേഷൻ റിപ്പീറ്റ് ആയിട്ട് പറയുമ്പം ആ പാത്വേ അവിടെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഒരു പുതിയ വഴി വെട്ടുമ്പോൾ അവിടുത്തെ കാടും പടലങ്ങളും
മരങ്ങളും ചെടികളും എല്ലാം മാറ്റിയിട്ട് ഒരു വഴി വെട്ടി. നമ്മൾ ആദ്യം നടക്കുന്നു, പിന്നീട് നമുക്ക് ശേഷമുള്ളവർ നടക്കുന്നു. അങ്ങനെ ആ വഴി എന്താവുന്നു? സ്ട്രോങ് ആവുന്നു. സെയിം എഫക്റ്റ് ആണ് നമ്മുടെ ബ്രെയിനില് അഫർമേഷൻസ് ചെല്ലുമ്പോൾ, റിപ്പീറ്റ് ആയിട്ട് ചെല്ലുമ്പോൾ അത് പോസിറ്റീവ് പാത്വേ ആയിട്ട് അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മൈൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുനാളില് പല കാര്യങ്ങളും നമ്മുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അവരൊക്കെ പറഞ്ഞിട്ടുള്ള സത്യമായിട്ടുള്ളതും മിഥ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്നർ മൈൻഡിൽ ഉണ്ടായിരിക്കും. ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഗ്രാജുവലി മാറി ഈ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഫീഡ് ചെയ്യുന്നു. അങ്ങോട്ട് നമ്മുടെ ബ്രെയിന് അവിടെ പോസിറ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഈ അഫർമേഷൻസ് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഫർമേഷൻസ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഫീൽ ചെയ്ത് വേണം അഫർമേഷൻസ് പറയാൻ. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അഫർമേഷൻസ് പറയാം. മോർണിംഗിലും ബിഫോർ ബെഡിലും പറയുന്നതാണ് ഏറ്റവും അഭികാമ്യം. മിനിമം 3 അഫർമേഷൻസ് എങ്കിലും മിനിമം നമുക്ക് പറയണം. നമുക്ക് പറയുകയാണ്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം ഇന്റലിജന്റ്, ഐ ആം ബ്യൂട്ടിഫുൾ നമ്മൾ പറയുമ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ ആണ്. അത് നമ്മുടെ മൈൻഡിൽ ഫീഡ് ആവുകയും അവിടെ ഒരു പോസിറ്റീവ് പാത്വേ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ സെയിം അഫർമേഷൻസ് ഒക്കെ തന്നെ നമുക്ക് മിറർ എക്സസൈസിലൂടെയും ചെയ്യാവുന്നതാണ്. ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ നമുക്ക് മിറർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ ഏതെങ്കിലും ഫീച്ചേഴ്സ് നോക്കിയിട്ട് നമുക്ക് അതിനെ നോക്കിയിട്ട് പറയാം, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം ഇന്റലിജന്റ്, ഐ ആം ബ്യൂട്ടിഫുൾ. നമുക്കൊരു 5 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിത് റിപ്പീറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആവുന്നതാണ്. അപ്പൊ അഫർമേഷൻസ് വളരെ നല്ലൊരു പ്രാക്ടീസ് ആണ്. നമുക്ക് നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് ഈ അഫർമേഷൻസ് പറഞ്ഞാൽ മാത്രം പോരാ. ഇതിനു വേണ്ടി നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷൻസുകളൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിൽ സക്സസ് നേടാൻ സാധിക്കുള്ളൂ. സെക്കൻഡ് പോയിന്റ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുമ്പോൾ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വേർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? എല്ലാരും ഇവിടെ തന്നെ അതെ അതെ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത്. താങ്ക് യു സൂസൻ മാം. നമുക്ക് പോസിറ്റീവായിട്ടുള്ള വേർഡ് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവ് വരും. നന്ദിയുള്ളവരാണ്, താങ്ക് യു എന്നുള്ള വേർഡാണ് നമുക്ക് ആദ്യം വരുന്നത്. അത് നമ്മുടെ മാജിക്കൽ വേർഡാണ്, പവറുള്ള വേർഡാണ് അല്ലേ? താങ്ക് യു, ഐ ലവ് യു, സോറി എന്നൊക്കെ ഉള്ളത് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ പവറുള്ള വേർഡാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എക്സസൈസ് എന്ന് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫിലുള്ള ഇവന്റ്സോ ഹാപ്പനിങ്സോ ഇൻസിഡന്റോ നമുക്ക് ഹാപ്പിനെസ് കിട്ടിയ ഇവന്റ്സിനൊക്കെ നമ്മൾ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിലുള്ള ബ്ലെസ്സിങ്സിനൊക്കെ നമുക്ക് താങ്ക് യു പറയും. നമ്മൾ ഫസ്റ്റ് നമുക്ക് ഇപ്പം രാവിലെ നമ്മളിത് പറയുന്നത് രാവിലെ നമുക്ക് പറയാം, ബിഫോർ ബെഡിലും പറയാം. ഇപ്പൊ രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് നമുക്ക് പറയാം, നമുക്ക് ഇന്ന് മനോഹരമായ ഒരു ദിവസം കിട്ടി, അതിന് നമുക്ക് താങ്ക് യു പറയാം. ഇന്നിപ്പോ ഉറക്കം എണീക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ നമുക്ക് ഒരു ദിവസവും കൂടെ കിട്ടി, അതിന് നമുക്ക് താങ്ക് യു പറയാം. നമുക്ക് കാണാനും കേൾക്കാനും സംസാരിക്കാനും സാധിക്കുന്നുണ്ട്, അതിന് നമുക്ക് താങ്ക്സ് പറയാം. നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, ഷെൽട്ടർ ഉണ്ട്, നല്ല വാട്ടർ ഉണ്ട്, അതിനെല്ലാം നമുക്ക് യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാം. ജഗദീശൻ ഇതെല്ലാം നമുക്ക് തരുന്നുണ്ട്. ഇതൊക്കെ ഇല്ലാത്ത അനേകായിരം ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇല്ലാത്ത നെഗറ്റീവിനെക്കാട്ടി കൂടുതലുള്ളത്. നമുക്ക് ബിഫോർ ബെഡിലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മുടെ ഓൾ ഡേ എടുത്തിട്ട് അതിൽ നമുക്ക് പോസിറ്റീവ് ഹാപ്പിനെസ് തന്നിട്ടുള്ള ഡേ ഇവന്റ്സ് ഏതാണെന്ന് വെച്ചാൽ അതിന് നമുക്ക് താങ്ക്സ് പറയാം. നമ്മുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തതോ, നമുക്ക് ഒരു സ്പെഷ്യൽ ഫുഡ് കിട്ടിയതോ, ഒരു ഗിഫ്റ്റ് കിട്ടിയതോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്തെഴുതാം? താങ്ക്സ് പറയാം. നമ്മുടെ ലൈഫിൽ നമ്മൾ ഫുൾ കാര്യങ്ങളും ഒരു ഡേയിൽ ഫുൾ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ നമ്മളുടെ ആ ഓരോ ഡേ പെർഫോമൻസ് വളരെ ബെറ്റർ ആവും. ലൈഫിൽ നമ്മൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ പെർഫെക്റ്റ് ആക്കാനും കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗിലൂടെയും നമ്മുടെ ബ്രെയിൻ എങ്ങോട്ടാണ് പോകുന്നത്? പോസിറ്റിവിറ്റിയിലേക്കാണ് പോകുന്നത്. അടുത്ത തേർഡ് പോയിന്റ് ആണ് ബ്രെയിൻ ആൻഡ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓൾറെഡി പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നത് മാത്രമല്ല, അവിടെ ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവിടെ പോസിറ്റീവ് പാത്വേ ക്രിയേറ്റ് ചെയ്യും. നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നെഗറ്റീവ് പാത്വേ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ബ്രെയിനിന്റെ ഈ കപ്പാസിറ്റിയെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. നെഗറ്റീവ് കാര്യങ്ങൾ ആക്ടിവേറ്റ് ആകുമ്പോൾ
നമ്മുടെ ബ്രെയിനിലുള്ള സ്ട്രെസ് സെന്റർ ആയിട്ടുള്ള അമഗ്ദാലയാണ് ആക്ടിവേറ്റ് ആവുന്നത്. അവിടെ അപ്പോൾ നമുക്ക് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പോസിറ്റീവ് പാത്വേ ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മുടെ ഈ അമഗ്ദാല അവിടെ കാമാവുകയും സ്ട്രെസ് ടെൻഷനും ഒക്കെ എന്തായി കുറയുകയും ചെയ്യുന്നു. പോസിറ്റീവ് പാത്വേ ആണ് ആക്ടിവേറ്റ് ആകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലെ ഡിസിഷൻ സെന്റർ ആണ് അത് ആക്ടിവേറ്റ് ആവുകയും നമുക്ക് ലോജിക്കൽ തിങ്കിങ്, പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കാൻ നല്ല ലോജിക്കലി എടുക്കാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വളരെ സൈലന്റ് ഉള്ള ആൾക്കാർക്ക് കാമായിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് പോസിറ്റീവ് ഹോർമോൺസ്. നമ്മൾ ഈ പോസിറ്റിവിറ്റി തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ പോസിറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോസ് ഹോർമോൺസിനെ കുറിച്ച്. അപ്പൊ ഡോപ്പമൈനും ഓക്സിറ്റോസിനും ഒക്കെയാണ് നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹാപ്പി ഹോർമോൺസ് ആണ്. ഇവയുടെ ലെവൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ എന്ത് സംഭവിക്കുന്നു? ഹാപ്പി ഹോർമോൺസ് വരുന്നതനുസരിച്ച് നമുക്ക് എനർജിയും കോൺഫിഡൻസും എല്ലാം കൂടുന്നു. നമുക്ക് ഓരോ പ്രോബ്ലംസും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നു. ഇതും എന്താണ്? നമ്മുടെ പോസിറ്റിവിറ്റി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് സർക്കിൾ എന്ന് പറയുന്നത്. പോസിറ്റീവ് ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എപ്പോഴും പോസിറ്റീവ് ആകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എന്ത് ടോക്കിംഗ് സ്റ്റൈലാണോ, അവരുടെ തിങ്കിങ് പ്രോസസ്സ് എന്താണോ, അവരുടെ റെസ്പോൺസ് എന്താണോ, അതനുസരിച്ചായിരിക്കും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബ്രെയിൻ അതെല്ലാം കോപ്പി ചെയ്യുന്നത്. ഈ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവരെപ്പോഴും നമുക്ക് ഹോപ്പ് തരും, മോട്ടിവേഷൻ തരും, എൻകറേജ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ് ഉണ്ടായാൽ പോലും ഡിസ്കറേജ് ചെയ്യുന്നവരായിരിക്കും. പ്രോബ്ലംസ് ഒക്കെ വന്നാൽ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുകയും നമുക്കൊരു ഡിസിഷൻസ് എടുക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുകയും നമ്മളെ അതിൽ നിന്നൊക്കെ രക്ഷിക്കുകയും ചെയ്യും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ഈ നെഗറ്റിവിറ്റി അവർക്ക് കൂടുതലും ആയിരിക്കും. നമുക്കും ആ ഒരു നെഗറ്റീവ് ഇതായിരിക്കും കിട്ടുന്നത്. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നമുക്ക് പോസിറ്റീവ് ഇതിലേക്ക് പോകണോ നെഗറ്റീവ് ഇതിലേക്ക് പോകുന്നതുള്ളത്. നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഡയറക്ഷനാണ് നമ്മൾ ഏത് ഫ്രണ്ട് സർക്കിൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത്. അടുത്ത പോയിന്റ് ആണ് സ്മോൾ ഗോൾ സെറ്റിംഗ് എന്നുള്ളത്. നമുക്ക് വലിയ ഗോളുകൾ സോൾവ് ചെയ്യാൻ എപ്പോഴും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് നമ്മൾ വലിയ പ്രോബ്ലത്തിനെ നമ്മൾ ചെറിയ സ്മോൾ പ്രോബ്ലംസ് ആക്കുകയും അതിനെ സോൾവ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ബ്രെയിനിനൊരു കപ്പാസിറ്റി ഉണ്ട്, ബ്രെയിനിന്റെ ഒരു ഇൻട്രസ്റ്റ് ആണ് ഈ അച്ചീവ്മെന്റുകളൊക്കെ എടുക്കുക എന്നുള്ളത്. ചെറിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പം നമ്മുടെ ബ്രെയിന് അച്ചീവ്മെന്റ് കിട്ടുന്നു. അപ്പൊ അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ ഡോപ്പമൈൻ ക്രിയേറ്റ് ചെയ്യുകയും നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയും ചെയ്യുന്നു. നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു, എനർജി കൂടുന്നു, നമുക്ക് കോൺഫിഡൻസ് കിട്ടുകയും എല്ലാം ചെയ്യുന്നു നമുക്ക് സ്മോൾ ഗോൾ സെറ്റിങ്ങിലൂടെ. നെക്സ്റ്റ് പോയിന്റ് ആണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ വിഷ്വലൈസേഷൻ ഞാൻ പറയുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ പോയിന്റ് ആയിരുന്നു? ഫസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? അഫർമേഷൻ. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? അഫർമേഷന്റെ കൂടെ നമ്മൾ മിറർ പ്രാക്ടീസ് പറഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പറഞ്ഞു. അടുത്ത പോയിന്റ് എന്തായിരുന്നു? പോസിറ്റീവ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു, ബ്രെയിൻ ആൻഡ് പോസിറ്റീവ് തിങ്കിങ് പറഞ്ഞു. നമ്മുടെ 6th പോയിന്റ് ആണ് പറഞ്ഞത് സ്മോൾ ഗോൾ സെറ്റിംഗ് എന്നുള്ളത് പറഞ്ഞു. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്വലൈസേഷൻ ടെക്നിക്സിനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. നമ്മുടെ വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് വേണ്ടി നമുക്ക് അത്ലറ്റിക്സും അതേപോലെ മോട്ടിവേഷൻ സ്പീക്കറും ഒക്കെ എടുക്കുന്ന ഒരു ടെക്നിക്കാണ്. നമുക്ക് എന്താണോ സക്സസ് ആവേണ്ടത്, ഏത് ഇവന്റ്സിലേക്കാണോ നമ്മൾ പോകേണ്ടത്, ആ ഒരു ഇവന്റ്സ് ഫസ്റ്റ് മൈൻഡിൽ ഇമാജിൻ ചെയ്യുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്യും? അതിന് പ്രാക്ടീസ് ചെയ്യുന്നു. നമ്മുടെ ബ്രെയിനിന് അറിയത്തില്ല റിയൽ എക്സ്പീരിയൻസ് ഏതാണ്, നമ്മൾ ഡീപ്പായിട്ട് എടുക്കുന്ന ഒരു ഇമാജിനേഷൻ ഏതാണെന്നുള്ളത് നമ്മുടെ ബ്രെയിനിന് അറിയത്തില്ല. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കൊരു വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്താലോ? ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക.
ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്, ഏറ്റവും വലിയൊരു ഡ്രീം എന്താണെന്ന് മൈൻഡിൽ കാണുക. നിങ്ങൾ വിജയിച്ചിരിക്കുന്നതായിട്ട് കാണുക അതില്. അതിനുശേഷം നിങ്ങൾ ആ സ്റ്റേജിൽ സംസാരിക്കുന്നതായിട്ട് കാണുക. നിങ്ങളുടെ ആ ഒരു സക്സസ്സിൽ നിങ്ങളുടെ ഫാമിലി പ്രൗഡ് ആവുന്നത് കാണുക. നിങ്ങളുടെ അച്ചീവ്മെന്റ് ഫീൽ ചെയ്തതായിട്ട് നിങ്ങൾ നന്നായിട്ട് ഫീൽ ചെയ്യുക. നിങ്ങൾ ഏത് ഡ്രസ്സാണോ ഇട്ടേക്കുന്നത്, നിങ്ങളുടെ ഫേസിൽ എക്സ്പ്രഷൻ എന്താണോ, അതെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാവുന്നതാണ്. ഡീപ്പായിട്ട് നിങ്ങളത് ഫീൽ ചെയ്യുക. അതിനുശേഷം പതുക്കെ നിങ്ങൾ കണ്ണുകൾ തുറക്കുക. അപ്പൊ നിങ്ങളുടെ ഒരു വലിയൊരു ഹാപ്പിനെസ് ആണ്. അപ്പൊ ഡെയിലി നിങ്ങളിത് രാവിലെയും ബിഫോർ ബെഡിലും എപ്പോൾ വേണേലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ ഡ്രീംസുകൾ പ്രാക്ടീസ് ചെയ്യാം. നമുക്കിത് സക്സസ് ആവുന്നുണ്ടോ എന്ന് നോക്കണം, ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വലിയ ഡ്രീംസ് കാണുന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഏത് ഡ്രീം കണ്ടോ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നതായിരിക്കും നമ്മുടെ ബ്രെയിനിൽ പാത്വേ ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും നല്ലത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം 7th പോയിന്റ്, റീഡിങ് സെൽഫ് ഡെവലപ്മെന്റ് ബുക്ക് എന്നുള്ളത് നമുക്ക് പറയാം. റീഡിങ് സെൽഫ് ഡെവലപ്മെന്റ് ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ്, ഹാബിറ്റ്, കോൺഫിഡൻസ്, നമ്മുടെ ഗോൾ സെറ്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ ഐഡിയാസ് നമുക്ക് ആ ബുക്കിൽ നിന്ന് കിട്ടും, സെൽഫ് ഡെവലപ്മെന്റ് ബുക്കിൽ നിന്ന് കിട്ടും. അപ്പൊ നമുക്കുള്ള ഈ ഐഡിയാസുകളെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുമ്പം എന്ത് ചെയ്യും, റീഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബ്രെയിന് ഇത് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നന്നാവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് പോസിറ്റിവിറ്റി കൂടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അറ്റോമിക് ഹാബിറ്റ് ബുക്കിൽ ഒരു പറയുന്നത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ്സിൽ എത്താം എന്നുള്ളതാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് സക്സസ്സിൽ എത്താൻ പറ്റത്തില്ല. ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1% എങ്കിലും പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എങ്ങോട്ട് പോകാം, സക്സസ്സിലേക്ക് പോകാം. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെറിയ ചെറിയ പ്രാക്ടീസിലൂടെ നമുക്ക് സക്സസ്സിൽ എത്താം എന്നാണ് പറയുന്നത്. അപ്പൊ ആ ബുക്കിൽ പറയുന്നത് നമ്മൾ ഫോർമേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സെൽഫ് ഐഡന്റിറ്റി മാറ്റണം. ഇപ്പൊ നമ്മൾ ഒരു എക്സസൈസ് ചെയ്യണം, നമുക്ക് നല്ലൊരു ഹെൽത്ത് വേണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒരു ഡെയിലി ഒരു മൈൻഡിൽ നമ്മൾ കൊണ്ടുവരണം നമ്മൾ ഫിസിക്കലി ഓക്കെ ആണ്. എന്നിട്ട് ഡെയിലി നമ്മൾ ഒരു 15 മിനിറ്റ് വാക്കിംഗ് ചെയ്യണം. നമുക്ക് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 പേജസ് ഡെയിലി റീഡ് ചെയ്യണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ഗ്രേറ്റ് സക്സസ്സിലേക്ക് പോകാം. സക്സസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് സെൽഫ് കെയർ എന്നുള്ളത്. അപ്പൊ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മൾ ഫിസിക്കലിയും മെന്റലിയും ഇമോഷണലൊക്കെ നമുക്ക് കെയർ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സെൽഫ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെൽഫ് കെയർ കൊടുക്കുമ്പോൾ ഫിസിക്കൽ സെൽഫ് കെയർ ആകുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ എക്സസൈസ് ചെയ്യണം, സ്ലീപ്പ് ചെയ്യണം, പ്രോപ്പറായിട്ട് വാട്ടർ കുടിക്കണം. അതൊക്കെയാണ് ഫിസിക്കൽ കെയറിനകത്ത് വരുന്നത്. ഇമോഷണൽ കെയറിലാണെങ്കിൽ എന്താ, നമുക്ക് എന്തെങ്കിലും ഒരു ഫീലിങ്സ് വരുമ്പം നമുക്ക് ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ളവരോട് നമ്മളൊന്ന് സംസാരിക്കണം, ജേർണലിംഗ് എഴുതണം, നമുക്ക് നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയുകയും ചെയ്യണം. അതാണ് ഇമോഷണൽ സെൽഫ് കെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്പിരിച്വലി ആകുമ്പോൾ നമ്മൾ പ്രെയർ ചെയ്യാം, മെഡിറ്റേഷൻസ് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഇതും നമുക്ക് സെൽഫ് കെയറിനെ ഹെൽപ്പ് ചെയ്യുകയും നമ്മുടെ ബോഡിയിൽ ഡോപ്പമൈനും അതുകൊണ്ടുള്ള ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ പോയിന്റ്സുകളെല്ലാം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ. എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിയേ, ഏതൊക്കെയാണ്? ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, അഫർമേഷൻസ് ഉണ്ട്, പോസിറ്റീവ് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ബ്രെയിൻ ആൻഡ് പോസിറ്റീവ് തിങ്കിങ് ഉണ്ട്, റീഡിങ് സെൽഫ് ഡെവലപ്മെന്റ് ഉണ്ട്, 6th പോയിന്റ് സ്മോൾ ഗോൾ സെറ്റിംഗ് ഉണ്ട്, 12th പോയിന്റ് വിഷ്വലൈസേഷൻ ഉണ്ട്, 14 പോയിന്റ് ആണ് സെൽഫ് കെയർ. 13 പോയിന്റ് ആണ് സെൽഫ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം പറഞ്ഞ് നമ്മൾ സയന്റിഫിക്കലി ഇത് പ്രൂവൺ ചെയ്തതാണ്. നമ്മുടെ മൈൻഡിനെ എപ്പോഴും നെഗറ്റീവ് ആക്സസ് ചെയ്യാനുള്ളതാണോ കപ്പാസിറ്റി ആണുള്ളത്, നമ്മൾ അതെന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്ത് പോസിറ്റീവിലേക്ക് മാറ്റും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയിലെ സിലിക്കൺ വാലി യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് പ്രൊഫസറായ മാർട്ടിൻ ഇ.പി. സെലിഗ്നൻ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ 2 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ഗ്രൂപ്പിന് അദ്ദേഹം എന്നിട്ട് ഒപ്റ്റിമൽ ട്രെയിനിങ് കൊടുക്കുവാണ്.
പോസിറ്റിവിറ്റിയിലേക്കുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കും. ഒരു ഗ്രൂപ്പിന് അദ്ദേഹം ട്രെയിനിങ്ങുകളൊന്നും കൊടുത്തില്ല. അദ്ദേഹം ഒരു 18 ആഴ്ചകൾക്ക് ശേഷം ഈ 2 ഗ്രൂപ്പിനെയും ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന് അദ്ദേഹം എന്ത് ചെയ്തു, ചെക്ക് ചെയ്തപ്പോൾ, ട്രെയിനിങ് കൊടുത്ത ഗ്രൂപ്പിന് അദ്ദേഹം ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് ഡിപ്രഷൻസ് വളരെയായിട്ട് റെഡ്യൂസ് ചെയ്തു, അവരുടെ ഒപ്റ്റിമം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കണ്ടു, അവരുടെ പ്രോബ്ലംസ് ഒക്കെ അവർ വളരെ കാമായിട്ട് സോൾവ് ചെയ്യുന്നതും ആണ് കണ്ടത്. അതേസമയം ട്രെയിനിങ് കൊടുക്കാത്ത ബാച്ചിലെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അവര് ഫസ്റ്റ് ഗ്രൂപ്പിനേക്കാൾ പോസിറ്റീവായിട്ടുള്ള മാറ്റമൊന്നും അവർക്ക് ട്രെയിൻ ലഭിക്കാത്ത ഗ്രൂപ്പിനേക്കാൾ വ്യക്തമായിട്ട് ഉള്ള മാറ്റമൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ് കാണുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, പോസിറ്റീവായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോൾ നമ്മൾക്ക് ഫിസിക്കലിയും ഇമോഷണലിയും മെന്റലി ഒക്കെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നതായിട്ടും എന്ത് പ്രോബ്ലംസ് വന്നാലും അതിനകത്ത് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതായും ഇത് ഡിപ്രഷൻസ് ഒക്കെ കുറയുന്നതായുമാണ് കണ്ടത്. അപ്പൊ നമ്മൾ പോസിറ്റീവ് തിങ്കിങ് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാക്കുക. നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമ്മളും നമുക്ക് ചുറ്റുമുള്ളവരും പോസിറ്റീവായിട്ട് നിൽക്കുന്നതാണ്. താങ്ക് യു. ലിസൺ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. Yes, thank you for a very good session, full of smiles as well. Very good. അത് തന്നെ ഒരു പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ്, യെസ്, പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും ആ ഒരു പാറ്റേണിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അതൊക്കെ പറഞ്ഞു. അത് കൂടാതെ എങ്ങനെ ഈ പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ള ആ ഒരു സ്റ്റെപ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ കവർ ചെയ്തു. വിഷ്വലൈസേഷൻ പറഞ്ഞ വിഷ്വലൈസേഷന് നമുക്കൊരു ചെയ്യുന്ന വളരെ ഇഫക്റ്റീവ് ആണ്. അത് കൂടാതെ നമ്മളൊരു വിഷൻ ബോർഡ് അല്ലെങ്കിൽ ഒരു ഫോട്ടോയോ എന്തെങ്കിലും ഒരു പിക്ചറോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് അത് നമ്മളത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന കാരണം നമുക്ക് കൂടുതലായിട്ട് അതിൽ അച്ചീവ് ചെയ്യാനായിട്ടും അതിനുവേണ്ടി വർക്ക് ചെയ്യാനായിട്ട്. കാരണം നേരത്തെ യു ഓൾസോ മെൻഷൻ ദാറ്റ് വെറുതെ ഇത് അഫേം ചെയ്തുകൊണ്ട് മാത്രം പോരാ, യു ഹാവ് ടു ടേക്ക് ആക്ഷൻ ആൻഡ് ഇംപ്ലിമെന്റ് ഇറ്റ്. എന്നാലേ അത് മുന്നാലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രം കാര്യം നടക്കില്ലല്ലോ. അതെ മാം. നമ്മള് വിഷൻ ബോർഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾസും ഡ്രീംസും അഫർമേഷൻസിനൊക്കെ വേണ്ടി നമ്മൾ ഫോട്ടോസും വേർഡ്സും ഇമേജസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വിഷ്വൽ കളക്ഷൻസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബ്രെയിനിന് ഒരു ഫിൽറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നത് റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നാ. അപ്പൊ നമുക്ക് അത് ആക്ടിവേറ്റ് ചെയ്യും. അതാണ് നമ്മളിപ്പോ ഒരു കാർ വാങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നോക്കുന്നിടത്തെല്ലാം സെയിം കാർ ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു ഇന്നോവ വേണമെന്ന് ആഗ്രഹിച്ചാൽ അവിടെ എല്ലാം ഇന്നോവ കാർ ഏത് കളറാണെന്ന് വെച്ചാൽ അത് കാണും. ഒരു ബാഗ് കാണണമെന്ന് ആഗ്രഹിച്ചാൽ നോക്കുന്നിടത്തല്ല. അപ്പൊ നമ്മുടെ ബ്രെയിൻ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ വിഷ്വൽ ബോർഡ് ഒക്കെ അതാണ്. അപ്പൊ നമ്മുടെ റൂമിലോ നമുക്ക് കാണുന്നിടത്തൊക്കെ നമ്മൾ അത് ഇമേജസ് വെക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ഫോക്കസ് ചെയ്യും, അത് വർക്ക് ആവുകയും ചെയ്യുന്നു. താങ്ക് യു മാം. Yes, very good. So congratulations, very good session. I'm sure it's beneficial for all. പ്രത്യേകിച്ച് ഒരു മോർണിംഗില് ഇന്നലത്തേത് ഡോസ് ആയിരുന്നു ഹോർമോൺസിനെ പറ്റി. അപ്പൊ ഇന്ന് അതിന്റെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത ആ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിനും മനസ്സിൽ കൊണ്ടുവരുന്നതിനും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെയുള്ള സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു. സോ എക്സലന്റ്. താങ്ക് യു വെരി മച്ച് മാം. MAPCക്ക് എന്റെ ക്ലാസ് പ്രാക്ടിക്കലിന് നമ്മൾ ഒരുമിച്ചായിരുന്നു. ഓർക്കുന്നുണ്ട്. മാം എനിക്ക് ക്ലയന്റിനെ ഒക്കെ തന്നത്. ഓക്കെ, ശരി. താങ്ക് യു മാം. താങ്ക് യു. Thank you, Sajana ma'am. Hello, good morning, ma'am. Good morning. Shajita ma'am. Shajila ma'am, thank you. നല്ല സ്മൈലി ഫേസ് ആയിട്ട് നല്ല പ്ലസന്റ് ആയിട്ട് നല്ല സെഷൻ ആയിരുന്നു. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മാം പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഞാൻ ഇന്നലെ ഒരു കുട്ടീനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു LD ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെ തോട്ട് പ്രോസസ്സിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം ആ കുട്ടിക്കുള്ളൂ. അപ്പൊ അത് ഞാൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാനിപ്പോ ആൾക്കത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരില് ഈ ചൈൽഡ്ഹുഡില് കിട്ടുന്ന കുറെ കാര്യങ്ങളിൽ നിന്ന് ആ കുട്ടി സെറ്റായിട്ട് വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതായത് നെഗറ്റീവായിട്ട് ആള് സ്വയം പറയാൻ തുടങ്ങി.
നെഗറ്റീവ് മാത്രം ഫോക്കസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കതിന് പറ്റുന്നില്ല, എനിക്ക് അറ്റൻഷൻ ഇല്ല. നമ്മൾ എന്ത് ചോദിച്ചാലും അങ്ങനെ മാത്രം പറയാം. ഞാൻ അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് ആൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പോ തോട്ട് പ്രോസസ് ആയിരുന്നു അത്. അവരെ വാരന്റിന് പറഞ്ഞ പോലെ തന്നെ അവരെന്തോ അസുഖമാണ്, ഡോക്ടേഴ്സിനൊക്കെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡോക്ടേഴ്സും പറയുന്ന ആൾക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. അപ്പൊ ആ തോട്ട് പ്രോസസ്സിന്റെയും അതുപോലെ കുട്ടിക്ക് കൊടുത്തിട്ടുള്ള നെഗറ്റീവ് അഫർമേഷൻസ് ഉണ്ടല്ലോ കേൾക്കുന്നത്, അപ്പൊ അതിനെ ചേഞ്ച് ചെയ്യാനാണ് നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആൾക്കത് മാറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മരുന്ന് എന്ന് പറയുന്നത് ആ അഫർമേഷൻസ് നമ്മൾ പോസിറ്റീവായിട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോ ആ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു മാമിന്റെ സെഷനിൽ. താങ്ക് യു മാം, നല്ല ക്ലാസ് ആയിരുന്നു. മാമിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിനും താങ്ക് യു ഷജീല മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് ആതിര മാം. ഗുഡ് മോർണിംഗ് ജേക്കബ് സാർ. സൂപ്പർ ക്ലാസ്, ഫുള്ള് താങ്ക് യു. ഫയറിലായിരുന്നു. ഇന്ന് ചെറിയ ഡോസാ കിട്ടിയെങ്കിൽ ഇന്ന് ഹൈ ഡോസ് ആയിട്ട് ഫുൾ ഇങ്ങ് തന്നു. എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമ്മള് ബാച്ച് 22 ബാച്ച് മേറ്റ്സ് ആണ്. അതെ. പ്രൊഫഷണൽ ട്രെയിനറിന്റെ അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നു. സന്തോഷം. ഇത്രയും പോയിന്റ്സ് ഒരുമിച്ച് എല്ലാം പറഞ്ഞു തന്നു. എല്ലാം നോട്ട് ചെയ്യാനും എല്ലാം പ്രാക്ടീസ് ചെയ്യാനും ഒരു റിഫ്രഷിങ് ആണ് മൈൻഡിന്. എല്ലാം നമ്മൾ അവിടെ എവിടെയും കിടപ്പുണ്ടായാലും ഒരു സമയത്ത് ഒരുമിച്ചെല്ലാം കേൾക്കുമ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നു. താങ്ക് യു സാർ. നമ്മള് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കത്തില്ലല്ലോ. അപ്പൊ ലൈഫിൽ നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇല്ലാത്ത ആരുമില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇതുകൊണ്ടുള്ള സ്ട്രെങ്തൻസോ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് ആ ഡൗണിൽ നിന്ന് അപ്പ് ആവാവുന്നതേ ഉള്ളു. നമ്മളൊന്ന് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും. നമ്മുടെ ഒരു സ്ട്രെങ്തൻസ് ഓർക്കുവാണല്ലോ അതും. താങ്ക് യു സാർ, ഇത്രയും നല്ലൊരു ഫീഡ്ബാക്ക് തന്നെ. സുസം മാം പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയുന്നതാണ് ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. നമുക്ക് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ആ ഒരു കാര്യം ഷെയർ ചെയ്ത് തന്നെ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് ആതിര മാം. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു കേട്ടാ. അതുപോലെ എല്ലാവരും പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു, നല്ല ഫ്ലോ ഉണ്ടായിരുന്നു, അടിപൊളി പോയിന്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെ മാം പറഞ്ഞ പോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഡൗൺ ആയി പോവല്ലേ, ചിലപ്പോൾ വലിയ റീസൺ ഒന്നും ഉണ്ടാവില്ലേ സമയങ്ങളിലൊക്കെ. അപ്പോഴൊക്കെ നമ്മൾ ഇതുപോലുള്ളതൊക്കെ ചെയ്യുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അതുപോലെ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അതിൽ നിന്ന് വേഗം തന്നെ തിരിച്ചു വരാനും പറ്റും. എന്തായാലും അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം. നമുക്ക് ചെറിയ പ്രോബ്ലംസ് നമുക്ക് വരുമ്പോൾ നമ്മളൊന്ന് ഡീപ് ബ്രീത്ത് അടിക്കുകയോ നമ്മളൊന്ന് ചെറുതായിട്ടൊരു 10 മിനിറ്റോ ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ മതി. നമ്മുടെ ബോഡി മൂവ് ആകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡും കാം ആയിക്കോളും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടിപ്സ് ഇതിനകത്തുണ്ട്. താങ്ക് യു സജന മാം. ഗുഡ് മോർണിംഗ് ആതിര മാം. ഗുഡ് മോർണിംഗ് റൌഫ് സാർ. നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. പലപ്പോഴും കേട്ടിട്ടില്ലാണെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതിങ്ങനെ മനസ്സിൽ സെറ്റ് ആവും. അതാണ് ഇതിന്റെയൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ മാം പറഞ്ഞ പോലെ ഈ പറയുന്ന പോസിറ്റിവിറ്റി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും വേണം, നമ്മൾ എഫേർട്ട് ഇടുകയും വേണം. എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഈ പറയുന്നതൊന്നും ഫലിക്കൂല. വീണ്ടും ഇരട്ടി നെഗറ്റിവിറ്റിയാണ് നമ്മളിൽ ഉണ്ടാവുക. അപ്പം അതോടൊപ്പം തന്നെ എഫേർട്ട് വിടണം. എന്തായാലും രാവിലെ തന്നെ നല്ല സെഷൻ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം അഫർമേഷനോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ഞാനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. നമുക്കത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി നമ്മളിൽ ഉണ്ടായിരിക്കും. എത്ര വലിയ പ്രോബ്ലംസ് ആയാലും നമ്മൾ അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി കണ്ടിട്ട് നമുക്കൊന്ന് അപ്പാവാൻ എപ്പോഴും പറ്റുന്നതാണ്. എന്തായാലും താങ്ക് യു സാർ.
അതെ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എഫേർട്ട് ഇടാനുള്ള ഒരു എനർജിയും അതെ ഒരു അതെ തോന്നലൊക്കെ നമ്മളിൽ വരും. നമ്മളറിയാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് ശ്രമിക്കും എന്നുള്ളതാണ്. താങ്ക് യു പിന്നെ സർ. അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അതെ താങ്ക് യു സർ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. അതെ അതെ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആർക്കും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. അതെ അപ്പൊ എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കുക. താങ്ക് യു. എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള ദിവസവും പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. Good day to everyone. Once again, thank you very much. Thank you. താങ്ക് യു താങ്ക് യു താങ്ക് യു എവരിവൺ.